നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവം എന്ന് പറയുന്ന ഭാഗത്തെ പ്രജാഗര പർവം എന്ന് പറയുന്ന ഉപാധ്യായത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രജാഗര പർവ്വത്തിലെ തന്നെ വിതുര ഹിതവാക്യം, ഇത് വിതുരനീതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ വിതുരർ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഉള്ളത്. ഇത് ഇന്നും കാലിക പ്രസക്തമാണ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല. ഒരാളുടെ ജീവിതത്തിൽ നീതിമാനായിട്ടും ശ്രേഷ്ഠതയോടും കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, കുടുംബസ്ഥനായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, രാജ്യനീതി നോക്കി നല്ലൊരു പൗരനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ബിസിനസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉപദേശത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ കഥാഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. വിതുരർ പറഞ്ഞു, രാജാവേ, പ്രായമായ ഒരാൾ അടുത്തു വരുമ്പോൾ യുവാവിൻ്റെ ജീവൻ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അതായത് യുവാവിന് പരിഭ്രമമോ ആദരവോ ഉണ്ടാകുന്നു. എഴുന്നേറ്റ് നിന്ന് എതിരേൽക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് തിരികെ കിട്ടുന്നു. അതുകൊണ്ട് പ്രായമുള്ളവരെ വന്ദിച്ച് ആദരിക്കണം. വന്നു ചേർന്ന സജ്ജനത്തിന് ഇരിക്കാൻ പീഠം നൽകുകയും കാലുകൾ വെള്ളം കൊണ്ട് കഴുകിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം. സുരക്ഷിതമായി ഇരിക്കാൻ സൗകര്യം ഒരുക്കിയതിന് ശേഷം തൻ്റെ മുന്നിൽ വെച്ച് അവർക്ക് ഭക്ഷണം നൽകി സൽക്കരിക്കുകയും വേണം. ധീരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് പെരുമാറുക. ആരുടെ വീട്ടിലാണോ ലോഭം, ഭയം, ക്രൂരത എന്നിവ കാരണം ജലവും തേനും പശുക്കളും വിദ്വാൻമാർ സ്വീകരിക്കാത്തത്, അഥവാ അതിനുള്ള അവസരം നൽകാത്തത്, ആ വീട്ടുകാരൻ്റെ ജീവിതം അർത്ഥമില്ലാത്തത് തന്നെയാണ്. ചികിത്സകൻ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവൻ, ബ്രഹ്മചര്യം തെറ്റിച്ചവൻ, കള്ളൻ, ക്രൂരൻ, മദ്യപാനി, ഭ്രൂണഹത്യ ചെയ്തവൻ, വേദം വിറ്റ് ജീവിക്കുന്നവൻ എന്നിവർ പ്രിയപ്പെട്ട അതിഥികളായി വീട്ടിൽ വന്നാലും അവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കരുത്. ഉപ്പ്, ചോറ്, പാല്, നെയ്യ്, എണ്ണ, തൈര്, തേൻ, എള്ള്, മാംസം, പഴങ്ങൾ, കിഴങ്ങുകൾ, ശർക്കര, ചീര, ചുവന്ന വസ്ത്രം, സുഗന്ധദ്രവ്യങ്ങൾ ഇവയൊന്നും വീട്ടിൽ വെച്ച് വിൽക്കുവാൻ പാടില്ല. ഒരു ഗൃഹസ്ഥൻ ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണിവ. മണ്ണും പൊന്നും ഒരുപോലെ കണ്ട് ദേഷ്യവും സുഖവും പെടിഞ്ഞ് സ്നേഹവൈരാഗ്യങ്ങളില്ലാതെ നിന്ദയും പുകഴ്ത്തലും ഒരുപോലെ സ്വീകരിച്ച് ഇഷ്ടാനിഷ്ടങ്ങളിലും ഒരേ മനസ്സോടെ ഒന്നിനോടും അമിതമായി ഒട്ടുനിൽക്കാതെ മാറി നിൽക്കുന്നവനാണ് ഭിക്ഷു അഥവാ സന്യാസി. കാട്ടിലെ നെല്ല്, ചീരയില, കാട്ടുഫലങ്ങൾ എന്നിവ കഴിച്ച് വിശപ്പടക്കി മനസ്സിനെ നിയന്ത്രിച്ച് അഗ്നിയജ്ഞങ്ങൾ ചെയ്ത് അതിഥികളെ ശ്രദ്ധയോടെ സൽക്കരിച്ച് പായപ്പുല്ലിൽ കിടന്നുറങ്ങി കാട്ടിൽ ജീവിക്കുന്നവനും കടമകൾ നിറവേറ്റുന്നവനുമായിട്ടുള്ള പുണ്യവാനാണ് താപസൻ. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉപദ്രവം ചെയ്തിട്ട് താൻ ദൂരെയുള്ള സ്ഥലത്തായതുകൊണ്ട് സുരക്ഷിതനാണെന്ന് കരുതി ആരും ആശ്വസിക്കരുത്. ബുദ്ധിശാലിയുടെ കൈകൾ നീളമുള്ളതാണ്. അതായത് അവരുടെ സ്വാധീനം ദൂരെയെത്തും. അവൻ അതുപയോഗിച്ച് ഉപദ്രവിച്ചവനെ ശിക്ഷിക്കും. വിശ്വാസമില്ലാത്തവനെ വിശ്വസിക്കരുത്. വിശ്വസ്തനായിട്ടുള്ള ആളായാൽ പോലും അതിരുകടന്ന് വിശ്വസിക്കരുത്. വിശ്വാസത്തിൽ നിന്നുണ്ടായ ഭയം പൂർണ്ണമായിട്ടുള്ള നാശത്തിന് കാരണമാകും. അസൂയയില്ലാതെ സ്നേഹത്തോടെ സംസാരിച്ച് വേണ്ടപ്പെട്ടവരെ സംരക്ഷിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥൻ അന്യ സ്ത്രീകളുടെ കെണിയിൽ വീഴരുത്. പുണ്യവും ഭാഗ്യവുമുള്ളവരും വീടിൻ്റെ വിളക്കുകളുമായിട്ടുള്ള കുലസ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടവരാണ്. ആ ഗൃഹലക്ഷ്മികളായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകമായി സംരക്ഷിക്കണം. അച്ഛന് അന്തഃപുരം, അതായത് വീടിൻ്റെ പ്രധാന ഭാഗവും അമ്മയ്ക്ക് അടുക്കളയും നൽകി തന്നെ എന്ന പോലെ പശുക്കളെയും ഭക്ഷണ സാധനങ്ങൾ നൽകി നന്നായി സംരക്ഷിക്കണം. ഒരു ഗൃഹസ്ഥൻ നേരിട്ട് കൃഷിപ്പണികൾ ചെയ്യുകയും കച്ചവടം വേലക്കാരെ കൊണ്ടും ബ്രാഹ്മണപൂജ പുത്രന്മാരെ കൊണ്ടും ചെയ്യിക്കുകയും വേണം. താൻ രഹസ്യമായി എടുക്കുന്ന തീരുമാനങ്ങൾ പുറത്തുള്ളവരോ അകത്തുള്ളവരോ ആയ മറ്റാരും അറിയാതെ സൂക്ഷിക്കുകയും എല്ലായിടത്തും ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിക്കുകയും ചെയ്യുന്ന രാജാവ് വളരെക്കാലം ഐശ്വര്യം അനുഭവിക്കും. ചെയ്യാൻ പോകുന്ന കാര്യം ആരോടും പറയരുത്. അത് ചെയ്തു കഴിഞ്ഞ ശേഷമേ മറ്റുള്ളവർ അറിയാവൂ. ധർമ്മം, അർത്ഥം, കാമം എന്നിവയെക്കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പോകരുത്. കുന്നിൻ മുകളിലോ മാളിക മുകളിലോ പുല്ലുപോലുമില്ലാത്ത വിജനമായിട്ടുള്ള കാട്ടിലോ ചെന്നിരുന്ന് വേണം രഹസ്യമായിട്ടുള്ള ആലോചനകൾ നടത്താൻ. സുഹൃത്തല്ലാത്തവനെയോ, സുഹൃത്താണെങ്കിലും വിവരമില്ലാത്തവനെയോ, വിവരമുണ്ടെങ്കിലും ധൈര്യമില്ലാത്തവനെയോ രഹസ്യങ്ങൾ അറിയിക്കരുത്. രാജ്യത്തിൻ്റെ സമ്പത്തും രഹസ്യങ്ങളും സൂക്ഷിക്കുന്നത് മന്ത്രി ആയതുകൊണ്ട് നല്ലതുപോലെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ശേഷമേ രാജാവ് ഒരാളെ മന്ത്രിസ്ഥാനത്ത് നിയമിക്കാവൂ. ധർമ്മം, അർത്ഥം, കാമം എന്നിവയുടെ കാര്യങ്ങളിൽ എപ്പോഴും സഭയിലെ നടപടികൾ
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അറിവില്ലായ്മ കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ അതിൻ്റെ പ്രത്യാഘാതം കാരണം ആ വ്യക്തിക്ക് തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടാനിടയാകും. നല്ല കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. ശ്രാദ്ധമൂട്ട് കഴിക്കാൻ ഭേദമറിയാത്ത ബ്രാഹ്മണർ യോഗ്യനല്ല. അതുപോലെ തന്നെ ഷാഡ്ഗുണ്യം, ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, ജ്ഞാനം, ശ്രീ, യശസ് എന്നിവയാണ് 6 ഗുണങ്ങൾ. ഇവ അറിയാത്തവൻ രഹസ്യങ്ങൾ കേൾക്കാനോ കാര്യങ്ങൾ ആലോചിക്കാനോ യോഗ്യനല്ല. രാജ്യങ്ങളുടെ വളർച്ചയും തളർച്ചയും മനസ്സിലാക്കി സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദൈതീഭാവം, സമാശ്രയം, അതായത് കൂട്ടുചേരൽ, യുദ്ധം, ആക്രമണത്തിനായുള്ള പുറപ്പാട്, കാത്തിരിപ്പ്, ഭിന്നിപ്പിച്ച് ഭരിക്കൽ, ശക്തനായിട്ടുള്ള മറ്റൊരാളുടെ അഭയം തേടൽ എന്നീ 6 തന്ത്രങ്ങൾ ശരിയായി ഉപയോഗിക്കുകയും ചീത്തശീലങ്ങളില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നവന് ഭൂമി കീഴടങ്ങും. ദേഷ്യം വന്നാലോ സന്തോഷം വന്നാലോ അത് വെറുതെ കളയരുത്. അതായത് അതിര് കടന്ന് പ്രകടിപ്പിക്കരുത്. എല്ലാ കാര്യങ്ങളും താൻ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഖജനാവിൻ്റെ കാര്യം താൻ തന്നെ നേരിട്ട് നോക്കണം. അങ്ങനെ ഭരിക്കുന്ന രാജാവിന് ഭൂമി എപ്പോഴും സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കും. രാജാവെന്ന ബഹുമാനത്തോടും രാജചിഹ്നമായിട്ടുള്ള വെൺകൊറ്റക്കുട മുതലായ അടയാളങ്ങളോടും കൂടി രാജാവ് എപ്പോഴും സന്തോഷവാനായി ജീവിക്കണം. ധനമെല്ലാം കൂട്ടുകാർക്കും മറ്റുള്ളവർക്കുമായി വീതിച്ച് നൽകണം. തനിക്ക് വേണ്ടി മാത്രം എല്ലാം ഒറ്റയ്ക്ക് നേടി വെക്കരുത്. ബ്രാഹ്മണനെ ശരിക്കും മറ്റൊരു ബ്രാഹ്മണന് മാത്രമേ അറിയാൻ സാധിക്കൂ. ഭർത്താവിനെ ഭാര്യയും മന്ത്രിയെ രാജാവും ഒരു രാജാവിനെ മറ്റൊരു രാജാവും മാത്രമേ ശരിയായി മനസ്സിലാക്കൂ. ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ട് മരണശിക്ഷ ഉറപ്പായ അവസ്ഥയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ശത്രുവിനെ താണുവണങ്ങി സേവിക്കണം. എന്നാൽ ശക്തി വീണ്ടെടുത്ത് അവസരം കിട്ടുമ്പോൾ അവനെ വധിക്കാതെ വിടരുത്. അവനെ വെറുതെ വിട്ടയച്ചാൽ അടുത്ത നിമിഷം അവനിൽ നിന്ന് വലിയ അപകടം നേരിടേണ്ടി വരും. ദൈവങ്ങളോടും രാജാക്കന്മാരോടും പണ്ഡിതന്മാരോടും മുതിർന്നവരോടും കുട്ടികളോടും രോഗികളോടും ദേഷ്യം തോന്നിയാൽ ആ ദേഷ്യം മനസ്സുകൊണ്ട് തന്നെ അടക്കണം. ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ച് ബുദ്ധിമാന്മാർ അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാക്കരുത്. എന്നാൽ പാപികളോട് ക്ഷമിക്കുന്നത് സന്തോഷം നൽകുകയും അപകടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. സന്തോഷമോ ദേഷ്യമോ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത രാജാവിനെ ജനങ്ങൾ തങ്ങളുടെ ഭരണാധികാരിയായി ആഗ്രഹിക്കുന്നില്ല. നപുംസകത്തെ സ്ത്രീകൾ ഭർത്താവായി ആഗ്രഹിക്കില്ലല്ലോ. ബുദ്ധിമാന്മാർക്ക് സമ്പത്തുണ്ടാകുന്നില്ല. വിഡ്ഢികൾക്ക് ദാരിദ്ര്യവുമില്ല. ലോകത്തിൻ്റെ ഈ വിചിത്രമായിട്ടുള്ള രീതിയുടെ രഹസ്യം ജ്ഞാനികളല്ലാതെ മറ്റ് ആർക്കാണ് അറിയുന്നത്? വിദ്യ കൊണ്ട് മുതിർന്നവർ, പ്രായം കൊണ്ട് മുതിർന്നവർ, ജ്ഞാനം കൊണ്ട് മുതിർന്നവർ, ധനം കൊണ്ട് മുതിർന്നവൻ, കുടുംബ മഹിമ കൊണ്ട് മുതിർന്നവൻ എന്നീ മുതിർന്നവരെയെല്ലാം വിഡ്ഢികൾ എപ്പോഴും അപമാനിക്കുകയും നിന്ദിച്ച് സംസാരിക്കുകയും ചെയ്യും. ചീത്ത സ്വഭാവമുള്ള വിഡ്ഢിയെയും അസൂയക്കാരനെയും അധർമ്മിയായവനെയും ചീത്തവാക്കുകൾ പറയുന്നവനെയും ദേഷ്യക്കാരനെയും പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെട്ടതായി കാണാം. അതിൽ യാതൊരു സംശയവുമില്ല. വഞ്ചനയില്ലാത്ത ദാനം, പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള സമയനിഷ്ഠ, സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള നല്ല സംസാരം എന്നിവ ഏത് മനുഷ്യനെയും തനിക്ക് അനുകൂലമാക്കാൻ സഹായിക്കും. ചതിയില്ലാത്തവനും സമർത്ഥനും നന്ദിയുള്ളവനും നേരുള്ളവനും ബുദ്ധിമാനുമായിട്ടുള്ള രാജാവിൻ്റെ ഖജനാവ് ശൂന്യമായാൽ പോലും അനുയായികൾ അവനെ വിട്ടുപോവില്ല. മനസ്സിൻ്റെ അടക്കം, കാന്തി, ഇന്ദ്രിയ നിഗ്രഹണം, ശുദ്ധി, കരുണ, മൃദുവായ സംസാരം, സുഹൃത്തുക്കളെ ദ്രോഹിക്കാതെ ഇരിക്കുക എന്നീ 7 ഗുണങ്ങൾ ഐശ്വര്യത്തെ വളർത്തുന്നവയാണ്. തൻ്റെ സമ്പത്ത് ആർക്കും കഴിവിനനുസരിച്ച് വീതിച്ച് നൽകാത്തവനും ദുഷ്ടബുദ്ധിയുള്ളവനും നന്ദി കെട്ടവനും ഗുണമില്ലാത്തവനുമായിട്ടുള്ള രാജാവ് നാട്ടിൽ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്. പാമ്പുള്ള വീട്ടിൽ ആരെങ്കിലും രാത്രിയിൽ പോലും ഉറങ്ങാൻ ധൈര്യപ്പെടുമോ? എന്നാൽ ദുഷ്ടനാണെങ്കിൽ പോലും അവനെക്കൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് ദോഷമുണ്ടാകുമെന്ന് കണ്ടാൽ അവനെ ദേവന്മാരെ എന്ന പോലെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണം. സ്ത്രീകൾക്കും മടിയന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് നൽകിയ പണം തിരികെ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സ്ത്രീയുടെയോ ധൂർത്തൻ്റെയോ കുട്ടിയുടെയോ വാക്ക് കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ്റെ കാര്യങ്ങളെല്ലാം നദിയിൽ കല്ലോ മണ്ണോ വീണ് മുങ്ങിപ്പോകുന്നത് പോലെ നശിച്ചു പോകും. ഇതിൽ യാതൊരു സംശയവുമില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഗുണത്തെ മാത്രം പ്രധാനമായി കാണുന്നവനാണ് പണ്ഡിതൻ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാൽ കാര്യങ്ങൾ തകിടം മറിയുകയും വഴക്കിൽ കലാശിക്കുകയും ചെയ്യും. ധൂർത്തന്മാരുടെയും ചാരന്മാരുടെയും വേശികളുടെയും പുഴുത്തുകൾ കേട്ട് അതിൽ മാത്രം മുഴുകി ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനേയല്ല. രാജാവേ, അങ്ങ് എൻ്റെ നല്ല വാക്കുകൾ കേട്ട് നേർവഴിക്ക് സഞ്ചരിച്ചാലും പ്രതാപശാലികളായിട്ടുള്ള വില്ലാളി വീരന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ ഉപേക്ഷിച്ച് വലിയ ഐശ്വര്യം അങ്ങ് ദുര്യോധനാണ് നൽകിയത്. ഐശ്വര്യം തലയ്ക്ക് പിടിച്ച വിഡ്ഢിയായിട്ടുള്ള ബലിചക്രവർത്തി 3 ലോകങ്ങളിൽ നിന്ന് താഴേക്ക് വീണുപോയത് അങ്ങ് കേട്ടിട്ടില്ലേ? അതുപോലെ ദുര്യോധനൻ ഈ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ട് ഉടനെ തന്നെ തകർന്നു പോകുന്നത് അങ്ങേക്ക് കാണേണ്ടി വരും.
ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ വിതുര, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾക്കും വരാനിരിക്കുന്ന നല്ലതിനും ചീത്തയ്ക്കും ഒന്നും മനുഷ്യനല്ലല്ലോ കാരണം. നൂലിൽ കോർത്തു പിടിച്ച ഒരു പാവയെപ്പോലെയാണ് പുരുഷൻ്റെ അവസ്ഥ. ഞാനും ആ വിധാതാവിൻ്റെ നിയന്ത്രണത്തിലല്ലേ. വേറെ എന്താണ് എനിക്ക് വഴിയെന്ന് നീ പറഞ്ഞു തരൂ. വിതുരൻ പറഞ്ഞു, അല്ലയോ ഭാരത, സമയത്തിന് യോജിക്കാത്ത വചനങ്ങൾ ദേവേന്ദ്രൻ തന്നെ പറഞ്ഞാലും അതിൽ ബുദ്ധിശൂന്യതയും അതുവഴി അപമാനവുമാണ് ഉണ്ടാവുക. ദാനം കൊണ്ടും നല്ല സംസാരം കൊണ്ടുമാണ് ഒരാൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകുന്നത്. മന്ത്രശക്തി കൊണ്ടും ഔഷധശക്തി കൊണ്ടും ഇഷ്ടം ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശത്രു പോലും നമ്മളുടെ പ്രിയപ്പെട്ടവനായി മാറും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവൻ സജ്ജനമോ ബുദ്ധിമാനോ അറിവുള്ളവനോ പണ്ഡിതനോ അല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരിൽ പുണ്യവും പാപകാര്യങ്ങൾ ചെയ്യുന്നവരിൽ പാപവും വന്നു ചേരും. ദുര്യോധനൻ ജനിച്ച അന്ന് തന്നെ ആ കുട്ടിയെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നില്ലേ? അവനെ ഉപേക്ഷിച്ചാൽ അങ്ങയുടെ മറ്റ് 100 മക്കൾക്കും അത് ഗുണം ചെയ്യുമായിരുന്നു. അവനെ ഉപേക്ഷിക്കാതിരുന്നതുകൊണ്ട് ആ ഒരു മകൻ കാരണം അങ്ങയുടെ 100 മക്കൾക്കും നാശം തന്നെയായിരിക്കും ഫലം. കുറച്ച് നഷ്ടം സഹിച്ചാണെങ്കിലും വലിയ നേട്ടമുണ്ടാകുന്ന കാര്യത്തെ നഷ്ടമായി കാണരുത്. വലിയ നാശമുണ്ടാക്കുന്ന താൽക്കാലിക നേട്ടങ്ങളെ നാശമായി തന്നെ കരുതണം. വലിയ നാശമുണ്ടാക്കുന്ന ലാഭത്തെ പോലും നഷ്ടമായി തന്നെ കണക്കാക്കുകയും ചെയ്യണം. രാജാവേ, എന്ത് ധാരാളം ഉണ്ടായാലും നാശമുണ്ടാകുമോ? അതാണ് യഥാർത്ഥ നഷ്ടം. ലോകത്തിൽ ചിലർ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നരും ചിലർ പണം കൊണ്ട് സമ്പന്നരുമായി വരാം. പണമുണ്ടെങ്കിലും ഗുണമില്ലാത്തവരാണ് അവരെങ്കിൽ അവരെ ഉപേക്ഷിക്കുക തന്നെ വേണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭാവിയിൽ നന്മയുണ്ടാകാൻ ജ്ഞാനികൾ സമ്മതിക്കുന്ന വാക്കുകളാണ് നീ പറയുന്നത്. എന്നാൽ എൻ്റെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാവട്ടെ. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? വിതുരൻ പറഞ്ഞു, വലിയ ഗുണവാനും വിനയമുള്ളവനുമായിട്ടുള്ള ഒരു ഉത്തമ മനുഷ്യൻ ജീവികൾക്ക് ചെറിയൊരു ദോഷം പോലും ചെയ്യുന്ന പ്രവൃത്തിയെ വെച്ചു പൊറുപ്പിക്കില്ല. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുകയും മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുകയും മറ്റുള്ളവർക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവനെ കാണാൻ പോലും പാടില്ല. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടിയാൽ വലിയ ഭയമാണ് ഉണ്ടാവുക. അവരുമായി യാതൊരു ഇടപാടുകളും പാടില്ല. അവർക്ക് പണം നൽകിയാൽ അത് ദോഷം ചെയ്യും. അവരിൽ നിന്ന് പണം വാങ്ങിയാൽ അതിലേറെ ദോഷമാണ്. അത് വലിയ ഭയമുണ്ടാക്കും. നാണമില്ലാത്തവരും ദുശീലക്കാരുമായിട്ടുള്ള പാപികളോട് മിണ്ടാൻ പോലും പാടില്ല. ഇത്തരത്തിൽ ദോഷമുള്ളവരെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. മോശം ആളുകളോട് സ്നേഹമുണ്ടായാൽ സുഖവും സന്തോഷവും ഇല്ലാതാകും. കാര്യങ്ങളുടെ വിജയവും ചീത്ത കൂട്ടുകെട്ട് കൊണ്ടുള്ള സുഖവും കെട്ടുപോകും. അവർ അപവാദം പറഞ്ഞു പരത്താനും നമ്മളെ നശിപ്പിക്കാനും നോക്കും. ചെറിയൊരു തെറ്റുപോലും അങ്ങനെയുള്ളവർ ക്ഷമിക്കില്ല. അവർ അതിൽ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. മനസ്സിന് അടക്കമില്ലാത്ത ക്രൂരന്മാരും നീചന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ദോഷമാണെന്ന് മനസ്സിലാക്കി ബുദ്ധിയുള്ളവർ അവരെ ദൂരെ ഉപേക്ഷിക്കണം. ദാരിദ്ര്യമുള്ളവരും ദുരിതം അനുഭവിക്കുന്നവരും രോഗികളുമായിട്ടുള്ള ബന്ധുക്കളെ എപ്പോഴും സഹായിച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ മക്കളും സമ്പത്തും നിറഞ്ഞ വലിയ ഐശ്വര്യം നേടും. ആത്മശുദ്ധി ആഗ്രഹിക്കുന്നവൻ ബന്ധുക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് ശ്രമിക്കണം. അതിൽ നിന്നാണ് കുടുംബം അഭിവൃദ്ധിപ്പെടുക. ബന്ധുക്കളെ സൽക്കരിക്കുന്നത് കൊണ്ട് നന്മയുണ്ടാകും. ഗുണമില്ലാത്തവരായിട്ടുള്ള ബന്ധുക്കൾ പോലും സംരക്ഷകരാണ്. അങ്ങനെയിരിക്കെ ഗുണവാന്മാരും അങ്ങയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുമായ പാണ്ഡവരോട് അങ്ങ് എന്താണ് സന്തോഷത്തോടെ പെരുമാറാത്തത്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ചില ഗ്രാമങ്ങളെങ്കിലും നൽകുക. എന്നാൽ ലോകത്തിൽ അങ്ങയുടെ കീർത്തി എല്ലായിടത്തും പരക്കും. പ്രായമായ അങ്ങയെ ഞാൻ ശാസിക്കുകയല്ല. ഞാൻ അങ്ങയോട് നല്ല കാര്യങ്ങൾ പറയുകയാണ്. അങ്ങയുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. നന്മ ആഗ്രഹിക്കുന്നവനെ ശത്രുവായി കാണരുത്. അങ്ങ് പുത്രന്മാരോടും ശത്രുക്കളോടുമൊപ്പം സുഖമായി ജീവിക്കുക. ഭക്ഷണവും നല്ല സംസാരവും തമ്മിൽ പങ്കുവെച്ച് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം. അതല്ലാതെ ബന്ധുക്കളുമായി ശത്രുതയോടെ ഇരിക്കരുത്. കരകയറ്റുന്നവരും മുങ്ങിത്താഴുന്നവരുമുണ്ട് കൂട്ടത്തിൽ. നല്ലവർ കരകയറ്റുകയും ചീത്ത സ്വഭാവമുള്ളവർ മുങ്ങിത്താഴ്ത്തുകയും ചെയ്യും. പാണ്ഡവരുമായി അങ്ങ് നല്ല ബന്ധമുണ്ടാക്കണം. അങ്ങ് അവരോട് ചേർന്ന് നിന്നാൽ ശത്രുക്കൾക്ക് കൊടുക്കാൻ കഴിയാത്തവനായി ജീവിക്കും. ബന്ധുക്കളോട് ഇണങ്ങി ജീവിച്ചാൽ അങ്ങ് വലിയ സമ്പന്നനായി മാറും. പിണങ്ങി നിന്നാൽ ബന്ധുക്കൾ ദുഃഖിക്കുകയും വിഷം പുരട്ടിയ അമ്പുകളേറ്റ മാനിനെ പോലെ തകരുകയും ചെയ്യും. അങ്ങ് പശ്ചാത്തപിക്കേണ്ടി വരും. അങ്ങയുടെ പുത്രന്മാരോ പാണ്ഡുവിൻ്റെ പുത്രന്മാരോ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ അങ്ങേക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടിൽ തീ പിടിച്ചാൽ പിന്നെ എല്ലാം കത്തിയം വരും. മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് എന്തിനാണ് ചിതയിൽ കയറ്റുന്നത്? അങ്ങനെ ഇത് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ ഇടവരുത്താതിരിക്കുകയല്ലേ? അങ്ങേക്ക് രക്ഷപ്പെടാൻ ഇനിയും വഴികളുണ്ട്. അനീതി ചെയ്യാത്ത ഒരാൾ ശുക്രൻ മാത്രമാണ്. മറ്റുള്ളവരൊക്കെ അനീതി ചെയ്തിട്ടുള്ളവരാണ്. ഭാവി നന്മയെക്കുറിച്ചിട്ടുള്ള ചിന്ത ബുദ്ധിമാന്മാരിലെ ഉണ്ടാകൂ. ദുര്യോധനൻ പണ്ട് പാണ്ഡവരോട് ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിലും കുടുംബത്തിലെ മുതിർന്നവനായിട്ടുള്ള അങ്ങ് അതൊക്കെ നേരെ ആക്കേണ്ടതാണ്. വേണ്ട സ്ഥാനത്തിൽ അവരെ വാഴിക്കുക.
ലോകത്തിൽ പാപമില്ലാത്തവനായി ജ്ഞാനികൾക്ക് വന്ധ്യനായി അങ്ങ് ജീവിച്ചാലും. ധീരന്മാർ പറയുന്ന നല്ല വാക്കുകൾ ഫലത്തിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങളിൽ പ്രയത്നിക്കുന്നവൻ വളരെക്കാലം കീർത്തിമാനായി ജീവിക്കും. വലിയ പണ്ഡിതന്മാർ ഉപദേശിച്ച തത്വങ്ങൾ പോലും വേണ്ടവിധം പ്രവർത്തിച്ചില്ലെങ്കിൽ നന്മയുണ്ടാകില്ല. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നാലും മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്താതിരുന്നാലും വിദ്വാന് പാപമാണ് ഫലം. ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരുന്നാൽ പാപം വന്നു ചേരും. മുമ്പ് ചെയ്ത തെറ്റുകളെക്കുറിച്ചിട്ട് ആലോചിക്കാതെ വീണ്ടും അത് തുടർന്നാൽ ദുരഭിമാനിയായിട്ടുള്ള രാജാവ് ആഴമേറിയ ചതുപ്പ് നിലത്തിൽ വീഴുന്നത് പോലെ വലിയ കഷ്ടതകളിൽ വന്നുപെടും. അഹങ്കാരം, ഉറക്കം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, തന്നിലുണ്ടാകുന്ന മോശം വികാരങ്ങൾ, ചീത്ത മന്ത്രിമാരിലുള്ള വിശ്വാസം, ബുദ്ധിശൂന്യരായിട്ടുള്ള ദൂതന്മാരെ ഉപയോഗിക്കൽ എന്നീ 6 തെറ്റായ മാർഗങ്ങളെ രാജാവ് ശരിയായി മനസ്സിലാക്കണം. എന്നിട്ട് അവ പുറത്തു കാണിക്കാതെ ഉള്ളിലൊതുക്കി നല്ല രീതിയിൽ ഭരണം നടത്തുന്ന രാജാവ് ശത്രുക്കളെ കീഴടക്കും. വേദജ്ഞാനമോ മുതിർന്നവരെ പരിചരിക്കലോ കൂടാതെ ധർമ്മവും സമ്പത്തും മനസ്സിലാക്കാൻ ബൃഹസ്പതിയെ പോലെയുള്ള ബുദ്ധിമാന്മാർക്ക് പോലും സാധ്യമല്ല. സമുദ്രത്തിൽ വീണ് മുങ്ങിപ്പോയതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഗുരുവിലൂടെ കേട്ടറിയാൻ സാധിക്കാതെ പോയ അറിവും നഷ്ടപ്പെട്ടത് തന്നെ. വിഡ്ഢികളുടെ ചെവിയിൽ ഉപദേശിക്കുന്ന ശാസ്ത്രവും നഷ്ടമാണ്. അണഞ്ഞുപോയ തീയിൽ ഹോമിക്കുന്ന പൂജാദ്രവ്യങ്ങൾ നഷ്ടമാകുന്നത് പോലെയാണത്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് വേദങ്ങൾ ഉപദേശിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ യുക്തിയോടെ ചിന്തിക്കുകയും സ്വന്തം ബുദ്ധി കൊണ്ട് തീരുമാനിക്കുകയും വേണം. മറ്റുള്ളവരോട് ചോദിച്ചറിയുകയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും വേണം. ജ്ഞാനികളായിട്ടുള്ള ആളുകളിൽ നിന്ന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ശരിയായി പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമേ നല്ല കൂട്ടുകാരെയും ബന്ധുക്കളെയും മറ്റുള്ളവരോട് ചോദിച്ചറിയുകയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും വേണം. ജ്ഞാനികളായിട്ടുള്ള ആളുകളിൽ നിന്ന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ശരിയായി പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമേ നല്ല കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരഞ്ഞെടുക്കാവൂ. അപകീർത്തിയെ വിനയം കൊണ്ടും വിപത്തുകളെ ധൈര്യം കൊണ്ടും ദേഷ്യത്തെ ക്ഷമ കൊണ്ടും അശുദ്ധിയെ നല്ല ശീലങ്ങൾ കൊണ്ടും ഇല്ലാതാക്കാം. ഒരാളുടെ കുടുംബമഹിമ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ, ജന്മനാട്, വീട്, തൊഴിൽ, ഭക്ഷണം, വസ്ത്രധാരണം എന്നിവയെല്ലാം നിരീക്ഷിച്ചിട്ടാണ്. ഇവയിൽ നിന്നെല്ലാം ഒരുവൻ്റെ പാരമ്പര്യം മനസ്സിലാക്കാം. ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് വരുന്നവരോട് ഒരിക്കലും എതിർത്ത് സംസാരിക്കരുത്. ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായ സന്യാസിമാർ പോലും ആഗ്രഹങ്ങളെ പൂർണ്ണമായും വെറുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആഗ്രഹങ്ങളിൽ മുഴുകിക്കഴിയുന്ന സാധാരണക്കാർ എങ്ങനെ അടങ്ങിയിരിക്കും? സന്ദർഭവും സാഹചര്യവും നോക്കി സംസാരിക്കാത്തവൻ വലിയ അപകടത്തിൽപ്പെടും. നമ്മൾ സംരക്ഷിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് പറയാം. ബുദ്ധിമാൻ, വിദ്വാൻ, സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നവൻ, ധർമ്മനിഷ്ഠയുള്ളവൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ, സ്നേഹത്തോടെ സംസാരിക്കുന്നവൻ എന്നിവരെ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. മര്യാദ തെറ്റിക്കുന്ന ജീവിക്കുന്ന ഒരാൾ മോശം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അവനെ ഉയർന്ന കുലത്തിൽ ജനിച്ചവനായി തന്നെ കണക്കാക്കണം. ശാന്ത സ്വഭാവവും നാണവുമുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള മനുഷ്യൻ 100 ഉന്നത കുലജാതരേക്കാൾ ശ്രേഷ്ഠനാണ്. ശുദ്ധമായ മനസ്സും പ്രവൃത്തിയും ബുദ്ധിയും സന്തോഷവും തമ്മിലുള്ള നല്ല കൂട്ടുകെട്ട് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നന്ദികെട്ടവനും ദുഷ്ടബുദ്ധിയുള്ളവനുമായി പുല്ല് മൂടിക്കിടക്കുന്ന കിണർ പോലെയുള്ള വഞ്ചകനായിട്ടുള്ള മനുഷ്യനുമായി ബുദ്ധിമാന്മാർ ഒന്നിനും ഇടപെടരുത്. അത് വലിയ ആപത്ത് വരുത്തിവെക്കും. അഹങ്കാരികൾ, ദുഷ്ടന്മാർ, എപ്പോഴും ദേഷ്യപ്പെടുന്നവർ, എടുത്തിയാട്ടക്കാർ, ധർമ്മമില്ലാത്തവർ എന്നിവരോട് അറിവുള്ളവർ കൂട്ടുകൂടരുത്. നന്ദിയുള്ളവനും നീതിമാനും സത്യം പറയുന്നവനും ചതിയില്ലാത്തവനും ഉറച്ച ഭക്തിയുള്ളവനും ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ അടക്കി ജീവിക്കുന്നവനും എപ്പോഴും സ്നേഹമുള്ളവനുമാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിട്ടുമാറുക എന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം ഉപേക്ഷിക്കുക എന്നത് ദേവന്മാർക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ ജീവികളോടും മൃദുവായ പെരുമാറ്റവും അസൂയയില്ലാത്ത മനസ്സും ക്ഷമയും ധൈര്യവും കൂട്ടുകാരെ സൽക്കരിക്കുന്ന ശീലവുമുള്ളവൻ ദീർഘകാലം ജീവിക്കും. ന്യായമായ വഴിയിലൂടെ നേടിയ സമ്പത്ത് അന്യായമായി നഷ്ടപ്പെട്ടാൽ അത് സൽപ്രവൃത്തികളിലൂടെ വീണ്ടെടുക്കാൻ ബുദ്ധിപൂർവം പരിശ്രമിക്കുന്നത് നല്ല സ്വഭാവമുള്ളവരുടെ രീതിയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുൻകൂട്ടി പരിഹാരം കാണുന്നവനും നിലവിലെ സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനും കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനുമായിട്ടുള്ള മനുഷ്യന് ധനനഷ്ടമൊന്നും ഉണ്ടാകില്ല. മനസ്സ്, പ്രവൃത്തി, വാക്ക് എന്നിവ കൊണ്ട് ഒരാൾ എപ്പോഴും എന്തിനെയാണോ ഭജിക്കുന്നത് അതവനെ ശരിയായ വഴിയിലേക്ക് നയിക്കും. അതുകൊണ്ട് എപ്പോഴും നന്മയെ മാത്രം പിന്തുടരുക, നല്ല കാര്യങ്ങളെ തൊടുക, എപ്പോഴും സജ്ജനങ്ങളെ കാണുക, മംഗളമായ കാര്യങ്ങളിൽ ഏർപ്പെടുക, ദയ കാണിക്കുക, പരിശ്രമിക്കുക, നേരുള്ളവരായിട്ടിരിക്കുക, നല്ല ആളുകളുമായിട്ട് ഒത്തുചേരുക. ഇവയെല്ലാം
ഐശ്വര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വെറുപ്പില്ലാതെ ജീവിക്കുന്നതാണ് ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം. നിരാശപ്പെടാതെ ഇരിക്കുന്നവൻ വലിയ നേട്ടങ്ങളും പ്രധാന കാര്യങ്ങളും സ്വന്തമാക്കി സുഖമായി ജീവിക്കും. അധികാരവും ശക്തിയുമുള്ളവൻ ക്ഷമിക്കുക എന്നതിനേക്കാൾ നല്ലതായും ഐശ്വര്യപ്രദമായും മറ്റൊന്നും ഈ ലോകത്തിലില്ല. എളിയവൻ എപ്പോഴും ക്ഷമിക്കട്ടെ. ധർമ്മമോർത്ത് ശക്തമായവനും എപ്പോഴും ക്ഷമിക്കണം. ലാഭത്തിലും നഷ്ടത്തിലും ഒരേ മനസ്സോടെ ഇരിക്കുന്നവനും ക്ഷമയുള്ളവനായിട്ടിരിക്കുന്നതാണ് നല്ലത്. ധർമ്മത്തിനും സമ്പത്തിനും വിരുദ്ധമല്ലാത്ത ഏത് സുഖത്തെയും ആഗ്രഹത്തിനനുസരിച്ച് അനുഭവിക്കാം. അതിൽ വിഡ്ഢിത്തം കാണിക്കരുതെന്ന് മാത്രം. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവർ, മടിയന്മാർ, ദൈവവിശ്വാസമില്ലാത്തവർ, ആലസ്യമുള്ളവർ, ഇന്ദ്രിയങ്ങളെ അടക്കാത്തവർ, ഉത്സാഹമില്ലാത്തവർ എന്നിവരിൽ ഐശ്വര്യമുണ്ടാവില്ല. നേരുള്ള ഒരു മനുഷ്യൻ തൻ്റെ ലാളിത്യം കൊണ്ട് ഒതുങ്ങി ജീവിക്കുമ്പോൾ അവൻ അശക്തനാണെന്ന് പറഞ്ഞ് ദുഷ്ടബുദ്ധികൾ അവനെ പരിഹസിക്കും. എല്ലാ കാര്യങ്ങളിലും അതിര് കടക്കുന്നവർ, അമിതമായി ദാനം ചെയ്യുന്നവർ, അമിതമായി ശൗര്യം കാണിക്കുന്നവർ, കഠിനമായിട്ടുള്ള വ്രതമെടുക്കുന്നവർ, അമിതമായി അഭിമാനിക്കുന്നവർ, ഇത്തരം അതിരുകടന്ന ആളുകളിലേക്ക് ഐശ്വര്യം ഭയം കാരണം അടുക്കില്ല. ഈ അമിത ഗുണമുള്ളവരെ പോലെയാണ് അമിതമായി ഗുണമില്ലാത്തവരും. അമിത ഗുണങ്ങളെ ഐശ്വര്യം ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ആളുകളെ കണ്ടാൽ ലക്ഷ്മി ഒരിടത്തും നിൽക്കാതെ പേടിച്ചോടുന്ന പശുവിനെ പോലെ ഭയന്ന് ദൂരേക്ക് ഓടിപ്പോകും. അഗ്നിഹോത്രം ചെയ്യുന്നതിൻ്റെ ഫലം വേദങ്ങളിൽ നിന്നും, നല്ല സ്വഭാവത്തിൻ്റെ ഫലം വിദ്യയിൽ നിന്നും, രതിയുടെയും മക്കളുടെയും ഫലം സ്ത്രീകളിൽ നിന്നും, ധനത്തിൻ്റെ ഫലം ദാനം ചെയ്യുന്നതിൽ നിന്നും ലഭിക്കുന്നു. അധർമ്മത്തിലൂടെ നേടിയ സമ്പത്തുകൊണ്ട് പരലോകത്ത് നന്മയുണ്ടാക്കുന്ന യാഗങ്ങളും ദാനങ്ങളും ചെയ്യുന്നവന് അതിൻ്റെ ഫലം ലഭിക്കില്ല. കാട്ടിലോ കഠിനമായ വഴിയിലോ കഷ്ടപ്പാട് നിറഞ്ഞ ആപത്തുകളിലോ യുദ്ധത്തിലോ ആയുധങ്ങളാലുള്ള ആക്രമണങ്ങളിലോ ധീരനായിട്ടുള്ള മനുഷ്യൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഉത്സാഹം, നിയന്ത്രണം, സമർത്ഥത, ജാഗ്രത, ധൈര്യം, ഓർമ്മശക്തി, കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ചെയ്യുക എന്നിവയാണ് ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം. താപസന്മാർക്ക് തപസ്സാണ് ബലം, ബ്രാഹ്മണർക്ക് വേദങ്ങളാണ് ബലം, ദുഷ്ടന്മാർക്ക് ക്രൂരതയാണ് ബലം, ഗുണവാന്മാർക്ക് ക്ഷമയാണ് ബലം. വ്രതം മുടങ്ങാതിരിക്കാൻ 8 കാര്യങ്ങളുണ്ട്. കിഴങ്ങുകൾ, പഴങ്ങൾ, വെള്ളം, പാൽ, നെയ്യ്, ബ്രാഹ്മണരെ സേവിക്കൽ, ഗുരുവിൻ്റെ വാക്കുകൾ, ഔഷധം എന്നിവയാണവ. ഇവ വ്രതത്തെ കെടുത്തുകയില്ല. തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോടും ചെയ്യരുത്. അടക്കത്തോടെ ജീവിക്കുമ്പോൾ ധർമ്മമുണ്ടാകുന്നു. അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ കാരണം അധർമ്മമുണ്ടാകുന്നു. ദേഷ്യപ്പെടുന്നവനെ ദേഷ്യപ്പെടാതെയും, ചീത്ത മനുഷ്യനെ നല്ല പെരുമാറ്റം കൊണ്ടും, പിശുക്കനെ ദാനം കൊണ്ടും, കള്ളം പറയുന്നവനെ സത്യം കൊണ്ടും കീഴടക്കണം. സ്ത്രീ, വിഡ്ഢി, മടിയൻ, പേടിത്തൊണ്ടൻ, ക്രൂരൻ, ദൈവവിശ്വാസമില്ലാത്തവൻ, അഹങ്കാരി
ഗുരുവിനെ പരിചരിക്കാതിരിക്കുക, എടുത്തിയാട്ടം കാണിക്കുക, സ്വന്തമായി പുകഴ്ത്തി സംസാരിക്കുക എന്നീ 3 കാര്യങ്ങൾ അറിവ് നേടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളാണ്. മടി, അഹങ്കാരം, തെറ്റായ ചിന്തകൾ, ചഞ്ചല മനസ്സ്, അനാവശ്യ കൂട്ടായ്മകൾ, ധിക്കാരം, ദാനമില്ലായ്മ എന്നിവയെല്ലാം വിദ്യാർത്ഥികൾക്കുണ്ടാകാൻ പാടില്ലാത്ത ദോഷങ്ങളാണ്. ഇവയെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. സുഖം മാത്രം ആഗ്രഹിക്കുന്നവന് എങ്ങനെയാണ് വിദ്യ ഉണ്ടാവുക? അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് എവിടെയാണ് ആഡംബര സുഖങ്ങൾ ലഭിക്കുക? സുഖം ആഗ്രഹിക്കുന്നവൻ അറിവിനെയും അറിവ് ആഗ്രഹിക്കുന്നവൻ സുഖത്തെയും ഉപേക്ഷിക്കണം. വിദ്യാർത്ഥികൾ എപ്പോഴും ഇത് മനസ്സിലോർക്കണം. വിറകുകൾ എത്ര നൽകിയാലും തീക്ക് മതിയാവുകയില്ല. നദികൾ എത്ര വന്ന് ചേർന്നാലും സമുദ്രത്തിന് മതിയാവുകയില്ല. അതുപോലെ മൃത്യുവിന് എല്ലാ ജീവികളെയും കൊണ്ടുപോയാലും മതിയാവുകയില്ല. എത്ര പേരെ കൊന്നാലും കാലൻ്റെ ആഗ്രഹം തീരുകയില്ല. സ്ത്രീക്ക് പുരുഷന്മാരെ കൊണ്ടും തൃപ്തി വരികയില്ല. ധൈര്യത്തെ പേടിയും, ഐശ്വര്യത്തെ ദേഷ്യവും, പ്രശസ്തിയെ പിശുക്കും, തീനെ വെള്ളവും നശിപ്പിക്കും. പശുവിനെ നോക്കാതിരുന്നാൽ അത് നശിച്ചു പോകും. ദേഷ്യം വന്ന ഒരൊറ്റ ബ്രാഹ്മണൻ മതി ഒരു രാജ്യം മുഴുവനും നശിപ്പിക്കാൻ. ആടുകൾ, ഊട്ടുപാത്രം, വെള്ളപ്പാത്രം, തേൻ, പക്ഷി, ഭേദമറിയുന്ന ബ്രാഹ്മണൻ, മുതിർന്നവൻ, നമ്മളെക്കാൾ താഴെ അല്ലാത്തവരും, നല്ല കുടുംബത്തിൽ ജനിച്ചവരുമായിട്ടുള്ള ബന്ധുക്കൾ എന്നിവയെല്ലാം വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് വീടിന് ആവശ്യമായിട്ടുള്ള അലങ്കാരമാണ്. കണ്ണാടി, ചന്ദനം, വീണ, മദ്യം, നെയ്യ്, വിഷം, അത്തിമരം, ശംഖ്, സാളഗ്രാമം, ധാന്യം എന്നിവ വീട്ടിൽ സൂക്ഷിക്കണം. ഇവ ദൈവങ്ങളെയും ബ്രാഹ്മണരെയും അതിഥികളെയും പൂജിക്കാൻ വേണ്ടിയുള്ളതാണ്. മനു നിർദ്ദേശിക്കുന്ന കാര്യമാണിത്. എല്ലാറ്റിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യപ്രവൃത്തി കഷ്ടപ്പാടുകൾ വന്നാലോ ജീവിതം നിലനിർത്താൻ വേണ്ടിയോ ധർമ്മം ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ്. ധർമ്മം ശാശ്വതമാണ്, അതായത് എന്നും നിലനിൽക്കുന്നതാണ്. സുഖങ്ങളെല്ലാം താൽക്കാലികമാണ്. ജീവൻ ശാശ്വതമാണെങ്കിലും അറിവില്ലായ്മ കാരണമുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ താൽക്കാലികമാണ്. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് ശാശ്വതമായിട്ടുള്ള സത്യത്തിൽ ഉറച്ചു നിന്ന് അങ്ങ് സന്തോഷിക്കൂ. അതാണ് ഏറ്റവും വലിയ ലാഭം. ധനവും ധാന്യവും നിറഞ്ഞ ഭൂമിയെ ഭരിച്ചിരുന്നവരും മഹാന്മാരുമായിട്ടുള്ള വലിയ രാജാക്കന്മാർ പോലും തങ്ങളുടെ രാജ്യങ്ങളെയും വലിയ സുഖങ്ങളെ ഉപേക്ഷിച്ച് ഒടുവിൽ യമൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയത് അങ്ങ് ഓർക്കേണ്ടതാണ്. കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മകനായാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരമെടുത്ത് ദൂരേക്ക് കളയുകയല്ലേ ചെയ്യുന്നത്. അച്ഛനമ്മമാർ തലമുടി പിച്ചി ചീന്തി സങ്കടത്തോടെ കരഞ്ഞാലും അവനെ വിറകഷ്ണങ്ങൾ പോലെ ചിതയിൽ ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. മരിച്ചവൻ്റെ സമ്പത്ത് മറ്റുള്ളവർ എടുക്കുന്നു, ശരീരത്തെ അഗ്നിയും എടുക്കുന്നു. പുണ്യമെന്നും പാപമെന്നുമുള്ള 2 കാര്യങ്ങൾ മാത്രമാണ് പരലോകത്തേക്ക് അവൻ്റെ കൂടെ പോകുന്നത്. പൂക്കളും പഴങ്ങളും ഇല്ലാത്ത മരത്തെ പക്ഷികൾ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ ജീവൻ വെടിഞ്ഞ മനുഷ്യനെ മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉപേക്ഷിക്കുന്നു. ചിതയിൽ വെന്തുപോകുന്ന മനുഷ്യനെ സഹായിക്കാൻ അവൻ്റെ കർമ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും താല്പര്യത്തോടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ ലോകത്തിന് മുകളിലും പരലോകത്തിന് താഴെയുമായി വലിയൊരു അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ അത് പൂർണ്ണമായി മയക്കിക്കളയും. അതിൽ അങ്ങ് ചെന്ന് അകപ്പെടരുത്. അന്ധതാമിശ്രം എന്ന നരകമാണത്. അങ്ങ് എൻ്റെ ഈ വാക്കുകൾ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങേക്ക് തനിയെ ഉണ്ടാകും. അപ്പോൾ ഈ ലോകത്തിൽ അങ്ങ് വലിയ പ്രശസ്തനായും ഈ ലോകത്തിലും പരലോകത്തിലും ഒട്ടും ഭയമില്ലാതെയും ജീവിക്കും. ധൈര്യമാകുന്ന തീരത്തോടു കൂടിയതും ദയയാകുന്ന തീരമാലകളുള്ളതും സത്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമായിട്ടുള്ള പുണ്യതീർത്ഥമായിട്ടുള്ള ജീവനദിയിൽ കുളിച്ചാൽ മനുഷ്യൻ പരിശുദ്ധനും ആശയില്ലാത്തവനും പുണ്യാത്മാവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനുമായി മാറും. കാമം, ക്രോധം തുടങ്ങിയ മുതലുകളുള്ള 5 ഇന്ദ്രിയങ്ങളാകുന്ന വെള്ളം നിറഞ്ഞ നദിയിൽ ധൈര്യത്തെ തോണിയാക്കി അങ്ങ് ജീവിതമായിട്ടുള്ള കഠിനമായിട്ടുള്ള പുഴയെ കടക്കണം, മറുകരയിലെത്തണം. ബുദ്ധി കൊണ്ട് മുതിർന്നവരെയും ധർമ്മം കൊണ്ട് മുതിർന്നവരെയും വിദ്യ കൊണ്ട് മുതിർന്നവരെയും സ്വന്തം ബന്ധുക്കളെയും പൂജിച്ച് സന്തോഷിപ്പിച്ച് കാര്യങ്ങളുടെ ശരിതെറ്റുകളെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്നവന് ഒരിക്കലും വഴിതെറ്റി ദുഃഖിക്കേണ്ടി വരില്ല. ഒരിക്കലും വഴിതെറ്റി ദുഃഖിക്കേണ്ടി വരില്ല. ധൈര്യം കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളെയും നിയന്ത്രണങ്ങൾ കൊണ്ട് വയറിനെയും പ്രവൃത്തികൾ കൊണ്ട് കൈകാലുകളെയും മനസ്സുകൊണ്ട് കണ്ണിനെയും കാതിനെയും ചിന്തകൾ കൊണ്ട് മനസ്സിനെയും വാക്കിനെയും തെറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണം. എല്ലാ ദിവസവും കൃത്യസമയത്ത് കുളിക്കുകയും ശുദ്ധി വരുത്തുകയും ചെയ്യുക. എപ്പോഴും ശുദ്ധിയുള്ള പൂണൂൽ ധരിച്ചിരിക്കുക. ദിവസവും വേദങ്ങൾ പഠിക്കുക, പാപികളുടെ അന്നങ്ങൾ ഉപേക്ഷിക്കുക, സത്യം പറയുക, ഗുരുവിനെ പരിചരിക്കുക എന്നിവ ചെയ്യുന്ന ബ്രാഹ്മണൻ ബ്രഹ്മലോകത്തെത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് താഴേക്ക് വീഴുകയില്ല, അതായത് മോക്ഷം ലഭിക്കും. വേദങ്ങൾ പഠിക്കുകയും അഗ്നിയജ്ഞങ്ങളും യാഗങ്ങളും ചെയ്ത് ജനങ്ങളെ പരിപാലിക്കുകയും ആയുധം ധരിച്ച് ശുദ്ധമനസ്സോടെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടി യുദ്ധം ചെയ്ത്
മരണമടയുകയും ചെയ്യുന്ന ക്ഷത്രിയൻ സ്വർഗലോകത്ത് എത്തിച്ചേരുന്നതാണ്. വൈശ്യൻ വേദങ്ങൾ പഠിക്കുകയും സമ്പത്തുണ്ടാക്കുകയും അതിലൊരു ഭാഗം ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ശൂദ്രർക്കും വീതിച്ചു നൽകുകയും പുണ്യകരമായിട്ടുള്ള യാഗാഗ്നിയുടെ പുകയേറ്റ് പുണ്യാത്മാവായി മരണമടയുകയും ചെയ്താൽ ആ വൈശ്യൻ സ്വർഗീയ സുഖം അനുഭവിക്കും. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും അവരുടെ സ്ഥാനമനുസരിച്ച് ന്യായമായ രീതിയിൽ ബഹുമാനിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ശൂദ്രൻ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ പാപങ്ങളെല്ലാം നശിച്ച് മരിക്കുമ്പോൾ സ്വർഗസുഖം അനുഭവിക്കുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങയോട് 4 വർണ്ണങ്ങളുടെയും കടമകളെക്കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണവും അങ്ങ് മനസ്സിലാക്കണം. രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ക്ഷത്രിയ ധർമ്മം പാണ്ഡവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരെ വീണ്ടും രാജഭരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട കടമ അങ്ങേക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അങ്ങേ ഓർമ്മിപ്പിക്കുന്നത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ വിതുര, നീ എന്നോട് എപ്പോഴും പറയാറുള്ളതുപോലെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ശരിയാണ്, ന്യായവുമാണ്. അല്ലയോ ശാന്തന്യായവനെ, നീ പറഞ്ഞതുപോലെ ഈ കാര്യം എനിക്ക് പലപ്പോഴും തോന്നാറുള്ളതാണ്. പാണ്ഡവരെക്കുറിച്ചിട്ട് ആലോചിച്ച് ഞാൻ എന്നും ഒരു നല്ല തീരുമാനം എടുക്കാൻ ഉറപ്പിക്കും. എന്നാൽ ദുര്യോധനൻ്റെ അടുത്തെത്തുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം മാറിപ്പോവുകയും ചെയ്യും. ആർക്കും മാറ്റാൻ കഴിയാത്തതാണല്ലോ വിധി. ദൈവനിശ്ചയമാണ് മനുഷ്യൻ്റെ പ്രയത്നത്തെക്കാൾ വലുതെന്ന് ഞാനിപ്പോൾ കരുതുന്നത്. പ്രജാഗരപർവം എന്ന് പറയുന്ന ഒരു ഉപപർവം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നാളെ അടുത്തൊരു വീഡിയോ മുതൽ നമ്മൾ പുതിയ ഉപപർവത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് കുറച്ച് നീളത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് എന്നോടൊപ്പം ക്ഷമയോടുകൂടിയിട്ട് കേട്ട് എന്നോടൊപ്പം പിന്തുടർന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.